സുഗുണാ. ഓ എന്ത് ചേട്ടത്തി? ചിലർക്കൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നടാ, നമ്മള് പുരാവസ്തുവിന്റെ പേരിൽ കുറച്ച് വെള്ളം കുടിക്കുമെന്ന്. നമ്മളാ ചിലപ്പോഴേ കുടിക്കൂ. മഹത്തായ പാരമ്പര്യമുള്ളവരുടെ വീടും പറമ്പും സർക്കാരിൽ മുതൽ കൂട്ടുക, അതൊരു വലിയ അന്തസ്സല്ലേ, അഭിമാനമല്ലേ? ഗവൺമെന്റ് ഒന്ന് എടുത്തെങ്കി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോ ഗവൺമെന്റിന് ഇപ്പോ പുരാവസ്തു വേണ്ടെന്ന്. എന്നാ കേട്ടോ, ഞാൻ വിളിച്ചു പറഞ്ഞോണ്ടാ രക്ഷപ്പെട്ടത്. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലെന്ന്. നിങ്ങളുടെ ചേച്ചി പറഞ്ഞിട്ടാണ് പുരാവസ്തു പ്രശ്നം ഒതുങ്ങിയതെന്ന് പറഞ്ഞ് തമാശ ചിരിക്കാതിരിക്കാൻ പറ്റും. ചേച്ചി സത്യമാ പറഞ്ഞത്. ചേച്ചിയാ എന്നെ പറഞ്ഞ ദേഷ്യം പിടിപ്പിക്കരുത്. ഈ വാമക്കളെ കൊരങ്ങന്മാർ എന്തറിയുന്നു? കല്ലിട്ടാണ് കൈ പോയത്. ചേച്ചി അവര് നമ്മളെ കൊച്ചാക്കുന്നിട്ടും ചേച്ചി എന്താ പ്രതികരിക്കാത്ത? മക്കളെ, ഞാനൊന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ അവൾ വീണ്ടും കിടന്ന് നിലവിളിച്ചേനെ. പക്ഷേ അവളുടെ ടെൻഷൻ അല്പം കുറയ്ക്കാനാ ഞാൻ ഇതിൽ ഇടപെട്ടത്, അല്ലാതെ വീണ്ടും വെപ്രാളം പിടിപ്പിക്കാനല്ല. മനസ്സിലായോ? ഇല്ല. നീ ശിശു അല്ലേടാ. ഓ ശിശുവാ? ആ ലതാകുമാരി, എന്താ അമ്മാവ ഇത്? ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഇത് കുട്ടിക്ക് എന്റെ ബർത്ത്ഡേ സമ്മാനം. അമ്മാവന് കീഴും കിഴക്കൊന്നുമില്ലേ? എന്റെ അമ്മാവ, പിറന്നാൾ അത് ആഘോഷിക്കുന്ന ആളിന് വേണം നമ്മൾ അങ്ങോട്ട് സമ്മാനം കൊടുക്കാൻ. ആയിരിക്കാം, പക്ഷേ ആ തത്വം സാധാരണക്കാരെ സംബന്ധിച്ച് മാത്രം. പക്ഷേ നമ്മൾ ചില നിയോഗങ്ങളുമായി ഭൂമിയിൽ എത്തപ്പെട്ടവരല്ലേ. ബർത്ത്ഡേ സമ്മാനം സ്വീകരിച്ചാലും സ്വീകരിക്കും. ഈ അമ്മാവന്റെ ഒരു കാര്യം. അയ്യോ, ഇതും തോന്നുന്നു. അയ്യോ, ഇതെന്താ ഇത്? അതൊരു കണ്ണുനീർ തുള്ളിയാണ് കുട്ടി. ഒറ്റപ്പെട്ടവന്റെ കണ്ണുനീർ തുള്ളി. കണ്ണുനീർ തുള്ളിയുടെ ഈ പടമാണ് എന്റെ സ്നേഹ സമ്മാനം. അത് ശരി. പക്ഷേ അമ്മാവന്റെ കണ്ണുനീർ തുള്ളിയാൽ ചതുരം പോലെയാണല്ലോ ഇരിക്കുന്നത്. കറക്റ്റ്. ഉറഞ്ഞുറഞ്ഞുറഞ്ഞ് എന്റെ കണ്ണീർ കട്ട പിടിച്ചതാണ് കുട്ടി. സ്വന്തം ഹൃദയരക്തമാകുന്ന കണ്ണുനീർ തന്നെ ഞാൻ സമ്മാനമായി തന്നിരിക്കുകയാണ്. നല്ല സമ്മാനം അമ്മാവ. ഈ സമ്മാനം ഞാൻ സതികുഞ്ഞിനെ കൊണ്ടേ കാണിക്കട്ടെ. സതികുഞ്ഞേ, സതികുഞ്ഞേ. ഒറ്റപ്പെട്ടവന്റെ കണ്ണുനീർ തുള്ളി തുടച്ചു മാറ്റില്ല അല്ലേ? ഞാൻ പോവാ. ഈ അമ്മാവന്റെ ഒരു കാര്യം കഷ്ടം.